ഹലോ ഹായ് എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്ന് ഞങ്ങൾ ഒരു 11 മണിക്ക് ശേഷം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി സ്റ്റോപ്പാണ്. നല്ല കാറ്റും അതുപോലെ തന്നെ മരങ്ങളും മരത്തിൻ്റെ തണലൊക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മ ബാംഗ്ലൂരിലത്തെ ഇലക്ട്രിക് ബസ്. ഓക്കെ, ആദ്യമൊക്കെ ഇതിനകത്ത് കയറുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഒരുപാട് തവണ കയറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തെ സംഭവം. താഴെ ഇരിക്കുന്നതൊക്കെ ലേഡീസിനുള്ളതാണ്. ഏറ്റവും ഇപ്പുറത്തെ ഭാഗത്തുള്ളത് ജെൻസിനുള്ളതാണ്. പിന്നെ പിടിക്കാനൊക്കെ സ്ത്രീകൾക്ക് കുറച്ച് താഴെയായിട്ട് കമ്പി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അപ്പറിലാണ് ഉള്ളത്. ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം അത്ര വലിയ തിരക്കൊന്നുമില്ല. കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും ബസ്സിന് തിരക്കാവും. ഓക്കെ, ഇതിപ്പോൾ എന്താ പറയുക, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഫ്ലൈ ഓവറാണ്. ഇതിപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് തിരക്കൊക്കെ കുറവാണ് റോഡിൽ. എന്നാലും നന്നായിട്ട് എന്താ പറയുക, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും വണ്ടി ബസ്സുകളും മറ്റു വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഈ പിന്നെ എന്താ പറയുക, ഫ്ലൈ ഓവറിൻ്റെ ഈ പാലമില്ല ഇങ്ങനെ കുലുങ്ങും, പേടിയാവും അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ. നല്ല സൈറ്റാണ് കേട്ടോ. ഇങ്ങനെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നിരനിരയായിട്ട് ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളി പോലുള്ള തീപ്പെട്ടി പെട്ടിയില്ല അതുപോലെയില്ലേ പിന്നെ വണ്ടികൾ ഒരുപാട് ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ടാവും. നല്ല സൂപ്പർ കണ്ടോ. നിമിഷത്തിനുള്ളിൽ തന്നെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ട് മാറും. പക്ഷെ പെട്ടെന്ന് ആ ബ്ലോക്കൊക്കെ തീരുകയും ചെയ്യും. ഞങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഫ്ലൈ ഓവർ ഉണ്ടായിട്ടൊന്നുമില്ല. ഈ പിന്നെ സിഗ്നൽ വരുമ്പോൾ വേഗം ഓടി അപ്പുറത്തെ റോഡിലേക്ക് പോകുക. ഒരുപാട് നീളമുണ്ട്, റോഡിന് വീതിയുണ്ട്. അപ്പോൾ ഞാനൊക്കെ പേടിച്ചിട്ടാണ് ഓടിപ്പോകുക. കണ്ട നന്നായിട്ട് പിന്നെ റോഡിൽ തിരക്കുണ്ട്. ഇനിയും നിന്ന് നമ്മളിപ്പോൾ ആശുപത്രിയിലൊക്കെ പോകുന്നുണ്ട്. അധിക സമയം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക സമയം ചിലവഴിക്കാൻ കഴിയില്ല. കണ്ടോ, ഇതാണ് ബാംഗ്ലൂരിലെ ഒരു ഭാഗത്തിൻ്റെ ഒരു എന്താ പറയുക സ്വഭാവം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ നടന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. ഇതാ കണ്ടോ, ഇനിയും 2 മിനിറ്റ് കൂടി നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് തിരക്കണ്ടോ. അപ്പോൾ മൂവ് ആവും അല്ലേ. പിന്നെ ഇത് ലിഫ്റ്റിൻ്റെ അടുത്തുള്ള ഫോട്ടോസുകളാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ ഇത് ഇങ്ങനത്തെ ദൈവങ്ങളെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ മതേതര കുരുകൂട്ടി ഒഴിക്കൊന്നുമില്ല. ഇതിപ്പോൾ മുസ്ലിങ്ങൾ കണ്ടാലും സാധാരണ ഈ ആൾക്കാർ തൊഴുതിട്ടൊക്കെ പോകും. ഈ ഏരിയ എന്ന് പറയുന്നത് സെൻറ്റ് ജോൺസിലേക്ക് ആ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിൻ്റെ ആ സ്ട്രീറ്റാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഭക്ഷണം, ഔട്ടേഴ്സിനൊക്കെ ഇവിടുന്ന് ഭക്ഷണം, പിന്നെ ബിരിയാണി പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് എന്താ പറയുക, മെഡിക്കൽ കോളേജിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തിലേക്ക് എത്തി. സൂപ്പർ ഹോസ്പിറ്റലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിശ്വാസമാണ് ഇവിടെ ഭയങ്കരമായിട്ട്. ഞങ്ങൾ പനി വന്നാൽ പോലും വന്നിട്ട് കാണിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ അന്നമ്മ തോമസ് എന്ന് പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണാണ്ട് പോകാമെന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും. കണ്ട, ഇത് ഈ ആശുപത്രിയുടെ മറ്റൊരു ഭാഗമാണ്. ഫുൾ വലിയ ജാതി മരമില്ലേ, ജാതി മരം പോത്തും നിൽക്കണില്ല. അതിൽ വലിയ വലിയ ജാതി മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാടും നമുക്കൊരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്രയും വലിയ എന്താ പറയുക, ഒരു മെട്രോ സിറ്റിയിൽ ഒരു വനനിബിഡമായ ഒരു സ്ഥലം ആ ഭാഗമാണ്. പിന്നെ ഏട്ടൻ എന്നെ കൂട്ടാണ്ട് ഓടിപ്പോകുന്നുണ്ട്. പിന്നെ ഈ ആശുപത്രിൻ്റെ ഉള്ളിൽ പാർക്ക് പോലത്തെ ഇങ്ങനെ ആൾക്കാർക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വലിയ മരങ്ങളും അടിപൊളി തന്നെ വലിയ മരങ്ങളും മരത്തിൻ്റെ മുകളിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ പിന്നെ കുരങ്ങന്മാർക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെന്താ പറയുക, അവിടെ കാണുന്ന ഒരു ബിൽഡിങ് കണ്ട, ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് വൈകുന്നേരം ഈ കൊതുക് വരുന്നില്ലേ, കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ഭയങ്കര കട്ടപ്പൊക്കെ ഇടുന്നതാണ്. എന്ന സംഭവം ഒന്നും എനിക്കറിയില്ല. അത് എന്തായാലും ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക്. ഞങ്ങളെപ്പോഴും വൈകുന്നേരമാണ് ഡോക്ടറെ കാണാണ്ട് വരും. ഇതിന് മുന്നേ, ഇപ്പോഴല്ല. പിന്നെ അന്നേരമൊക്കെ ഈ പിന്നെ പുക വിടാറുണ്ട്. ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വഴിക്കേ കൂടി തന്നെ പോകണം. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഒരേ സൈഡിലെ കൂടി തന്നെ പോകുക, വരുമ്പോൾ ഒരു സൈഡിലെ കൂടി. ഇങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിലാണ് പോകേണ്ടി വരിക. കട ഞാൻ പറഞ്ഞ പാർക്ക് പോലെയുണ്ട്. ഇതാണ് ആ സ്ഥലം. ഇപ്പോൾ ഈ സമയത്ത് ആൾക്കാർ കുറവാണ്. രാവിലെ ഭയങ്കരമായിട്ട് ആൾക്കാരാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് പിന്നെ ഈ അഡീഷണലായിട്ട് ഡോക്ടർ കാണാണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഔട്ട് പേഷ്യൻ്റ് പോലെ.
ഞങ്ങൾ ആദ്യമൊക്കെ വരുമ്പോൾ അന്നമ്മ തോമസിനെ കാണിക്കാൻ വേണ്ടി 500 രൂപയാണ്, ഇപ്പോൾ 700 രൂപയാണ്. 6 വർഷം മുന്നെയാണ് 500 രൂപ. ഓക്കെ, ഇപ്പോൾ 700 കൊടുക്കണം. എന്തായാലും ഡോക്ടറെ കാണാനുള്ള തൊരി. ഈ ഡോക്ടർ അപ്പോളോ ആശുപത്രിയിലേക്ക് മാറിയതാണ്, പിന്നെ ഇപ്പോഴത്തെ ഹെഡാണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ. പിന്നെ ഇപ്പം തിരിച്ചു വന്നെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ കാണാനും മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പോകുന്നത് ഞങ്ങൾ കണ്ടോ. ഞാൻ പറഞ്ഞില്ല, വണ്ടിയൊക്കെ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണ് മറ്റുള്ളവർ പോകേണ്ടത്. ഇനിയിപ്പോൾ പിന്നെ ആശുപത്രിയിലേക്കാണ്. സൂപ്പർ ആശുപത്രി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആശുപത്രി. പിന്നെ ആശുപത്രിയിലത്തെ ക്യാൻറ്റീനിലത്തെ ഭക്ഷണം, ചായ, ഇവിടുത്തെ ചായ, അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പിന്നെ ഫുഡ് ഇൻഫെക്ഷൻ മറ്റേ സീതാപ്പഴം കഴിച്ചിട്ട് എനിക്ക് പിന്നെ എന്താ പറയുക വയറിളക്കം പിടിച്ചില്ല. ആ സമയത്ത് ഇതേ ആശുപത്രിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ എമർജൻസിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത്ര ഞാൻ ടയേർഡായി പോയിരുന്നു ആ സമയത്ത്. ഏട്ടൻ അങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഈ ഏരിയയിലാണ് ചായ കൊടുക്കുന്ന സ്ഥലം. ഒരു ചായക്കും കാപ്പിക്കും ഒരേ പൈസയാണ്, 15 രൂപ. പിന്നെ ഏട്ടനോട് ഇപ്പം ചായ കുടിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഏതായാലും ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചായ കുടിക്കേണ്ട വരെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എന്താ പറയുക ആശുപത്രി. വലിയ ആശുപത്രിയാണ്, ഭയങ്കര പിന്നെ എന്താ പറയുക ഭയങ്കരമായ അതിഭീകരമായ ആശുപത്രിയാണ്. പക്ഷെ മലയാളീസ് ഇഷ്ടംപോലെ ഉണ്ട് സ്റ്റാഫായിട്ട്. അന്നമ്മ തോമസ് മലയാളിയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറാണ്. കണ്ടോ, എപ്പോഴും ക്ലീനാക്കും. ഏത് നിമിഷവും ഇത് ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു പൊട്ടി പോലും, ഇത്രയും ആൾക്കാർ കയറി ഇറങ്ങുന്നിട്ട് ഒരു പൊട്ടി പോലും അവിടെ കാണാൻ പറ്റില്ല. അത്രക്ക് ക്ലീനാണ്, വെരി വെരി ക്ലീൻഡാണ്. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ അന്നമ്മ തോമസിനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവർ 4 മണിയാവും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. പിന്നെ അന്നമ്മ തോമസ് വന്നിട്ട് വേണം ബാക്കി. ഇതിപ്പോൾ അവിടുത്തെ ഹോട്ടലാണ്, ക്യാൻറ്റീനാണ്. 2 പൊറോട്ട വാങ്ങിയിട്ടുണ്ട്, 2 മസാല ദോശ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്, എങ്കിൽ കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കഴിക്കാണ്ട് പോകുന്നത് പിന്നെ അത്ര ഒരു ഇഷ്ടമല്ല. എനിക്ക് ഇവിടുത്തെ ഈ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ട ഇങ്ങനെ എന്താ പറയുക ഹാർഡായിട്ടുണ്ട്. പിന്നെ ഏട്ടൻ പറഞ്ഞു എനിക്ക് ഏട്ടത്തിലും ഭക്ഷണമാണ് ആദ്യം എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം ആദ്യമാണ്. പിന്നെ എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. പിന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റും. ഇത് ആശുപത്രി എപ്പോഴും ഇവർ ചെക്ക് ചെയ്യാൻ ആളുണ്ടോ ഭക്ഷണത്തിൻ്റെ. ഇതാണ് ഇവിടുത്തെ ഹോട്ടലിൽ. ഇപ്പം ഈ ഒരു സമയത്തുണ്ടെന്ന് ഇവിടെ ആൾക്കാർ കുറവ്. ഉച്ചക്കല്ലാണെങ്കിൽ ഇങ്ങോട്ട് കാല് വെക്കാൻ സ്ഥലമില്ല, അത്രക്ക് ആൾക്കാരാണ്, നിറച്ചും ആൾക്കാരുണ്ടോ. ഇനി എന്താ പറയുക, ഞങ്ങളിത് എന്താ പറയുക മസാല ദോശയും അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ സ്വസ്ഥമായിട്ട് തിന്നണീക്കണം. ഒരു ശല്യം ഇല്ലാണ്ട്. ആൾക്കാരൊക്കെ വളരെ കുറവായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. മറ്റ് ഭയങ്കര റഷ് ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കഴിച്ചെണീക്കണം എന്നുള്ളൊരു ഫീൽ വരും. ഇതങ്ങനെയൊന്നുമല്ല, സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് കഴിച്ച് മെല്ലെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഓക്കെ, ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ.